സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ വരുമ്പോൾ നമുക്ക് കുറേ റിലാക്സേഷൻ ടെക്നിക്സ് നോർമലി നമ്മൾ കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ റിലാക്സേഷൻ ടെക്നിക്സ് കിട്ടും. ചിലപ്പോൾ നമുക്ക് മസിൽ റിലാക്സേഷൻ എക്സസൈസസ് അവർ പറഞ്ഞു തരാം. അതല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു സാധനമാണ് ബ്രീത്തിങ് എക്സസൈസ്. ചിലപ്പോൾ അവർ ചിലപ്പോൾ തോട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു CBT പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞു തരുന്നത്. അതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഗൈഡഡ് ഇമേജറി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ മെഡിറ്റേഷൻ പോലെ തന്നെയാണ് ഗൈഡഡ് ഇമേജറി. അതായത് നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടൊന്ന് ഇരിക്കുക. അതിനുശേഷം ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ സ്വയമായിട്ടും ഈ ഒരു സാധനം ഇൻസൈഡ് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും കുറച്ച് ഒരാൾ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും, എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരാളുടെ ഹെൽപ്പ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. നമ്മൾ കണ്ണടച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ പറ്റി ആലോചിക്കുന്നു. അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നു. അതായത് ആ സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് നമ്മൾ വ്യക്തമായിട്ട് കാണണം. ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും ആ ഒരു വേർഡ് ബൈ വേർഡ് നമ്മളത് എൻജോയ് ചെയ്ത് പോവുക. അതായത് കണ്ണ് വെച്ചിട്ട് ദൃഷ്ടി, വിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം. അതുപോലെ തന്നെ ഈ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ശബ്ദങ്ങളെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആ സൗണ്ട് നമ്മൾ കേൾക്കണം. നമ്മുടെ കേൾവി എന്ന് പറയുന്ന ആ ഒരു സെൻസ് യൂസ് ചെയ്യുന്നു. അതുപോലെ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു, അത് നമ്മൾ കഴിച്ചു, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത് നമുക്ക് മനസ്സിലാവണം. ചിലപ്പോൾ വെതർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചൂടുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്തേക്കോ ഒക്കെ പോകുമ്പോൾ ഒരു കാറ്റോ അല്ലെങ്കിൽ ഒരു പൊടിമഴയോ ഒക്കെ അത് നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ അതുപോലെ തന്നെ സ്മെല്ല്, ഇതെല്ലാം അങ്ങനെ നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും, നമ്മുടെ 5 സെൻസ് ഓർഗൻസും വെച്ചുകൊണ്ട് നമ്മൾ ഒരു യാത്ര പോകുന്നത് പോലെ ആ ഒരു സ്ഥലത്ത് എത്തി നമ്മൾ തിരിച്ച് നോർമലിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു ടെക്നിക്കാണ് ഗൈഡഡ് ഇമേജറി എന്ന് പറയുന്നത്. അത് നമുക്ക് സ്ട്രെസ് റിലാക്സേഷന് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ്.